ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGCയുടെ ഉദ്യോഗസ്ഥൻ സയ്യിദ് സിയാസറാനി നടത്തിയ പ്രസ്താവന ആഗോള വിപണിയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകത്തെ മൊത്തം എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% അഥവാ 1/5 കടന്നുപോകുന്ന പാതയാണ് ഹോർമുസ്. പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ പുറം ലോകത്തേക്ക് എത്തുന്നത്. ഇറാനുമേൽ കടൽ മാർഗമുള്ള ഉപരോധങ്ങൾ തുടർന്നാൽ 1 ലിറ്റർ എണ്ണ പോലും കടത്തിവിടില്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഇത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാനും ആഗോള സാമ്പത്തിക മാന്ദ്യത്തിനും കാരണമായേക്കാം. ഫെബ്രുവരി 28-ന് അമേരിക്കയും സഖ്യകക്ഷികളും ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തോടെയാണ് മേഖലയിൽ അസ്വസ്ഥതകൾ പുകയാൻ തുടങ്ങിയത്. ഹോർമുസ് കടലിടുക്കിന് നിയന്ത്രണം തങ്ങൾക്കാണെന്നും ഇതുവഴി പോകുന്ന കപ്പലുകൾ ഇറാന്റെ നിയമങ്ങൾ പാലിക്കണമെന്നുമാണ് IRGC വ്യക്തമാക്കുന്നത്. പ്രത്യാക്രമണ സന്നദ്ധത, കര, കടൽ, ആകാശം എന്നീ 3 മേഖലകളിലും ഒരേപോലെ തിരിച്ചടിക്കാൻ ഇറാൻ സൈന്യം സജ്ജമാണെന്ന സിയാസറാനിയുടെ വാക്കുകൾ ഒരു വലിയ യുദ്ധത്തിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. ഗൾഫ് മേഖലയിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അമേരിക്കൻ സൈനിക സാന്നിധ്യം അവസാനിക്കുമെന്ന ഇറാന്റെ പ്രവചനം മേഖലയിലെ സമാധാന ചർച്ചകളും പ്രതിസന്ധികളും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇറാൻ മുന്നോട്ട് വെച്ച നിബന്ധനകൾ അമേരിക്കയ്ക്ക് സ്വീകാര്യമല്ല. ഇറാന്റെ ഡിമാൻഡുകൾ ഇങ്ങനെയാണ്: ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെയുള്ള അമേരിക്കയുടെ ഉപരോധം പൂർണ്ണമായും പിൻവലിക്കണം. കടൽ മാർഗമുള്ള യാത്രാ നിയന്ത്രണങ്ങൾ നീക്കിയാൽ മാത്രമേ ആണവ ചർച്ചകളിലേക്ക് കടക്കുകയുള്ളൂ എന്നും ഇറാൻ പറഞ്ഞു. ഇറാന്റെ നിർദ്ദേശങ്ങളിൽ അവരുടെ ആണവ പദ്ധതിയെക്കുറിച്ച് കൃത്യമായ പരാമർശമില്ല എന്നതാണ് അമേരിക്കയെ ചൂടിപ്പിക്കുന്നത്. ഉപരോധങ്ങൾ നീക്കം ചെയ്യണമെങ്കിൽ ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് ഇറാൻ പൂർണ്ണമായും പിന്മാറണമെന്ന കർശന നിലപാടിലാണ് അമേരിക്ക. നിലവിലെ സംഘർഷം ലഘൂകരിക്കുന്നതിൽ പാകിസ്ഥാൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഏപ്രിൽ 8-ന് പാകിസ്ഥാനിന്റെ മധ്യസ്ഥതയിൽ പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ വെടിനിർത്തൽ ഇപ്പോൾ അനിശ്ചിതകാലത്തേക്ക് നീട്ടിയിരിക്കുകയാണ്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവിയും നടത്തിയ ഇടപെടലുകളാണ് താൽക്കാലികമായെങ്കിലും യുദ്ധം ഒഴിവാക്കാൻ സഹായിച്ചത്. ഇറാൻ തങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഒരു ആയുധമായി ഉപയോഗിക്കുകയാണ്. അമേരിക്കയാകട്ടെ സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാനെ തളർത്താനും ശ്രമിക്കുന്നു. വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഇറാന്റെ ഭീഷണി അന്താരാഷ്ട്ര സമൂഹത്തിന് മേലുള്ള വലിയൊരു സമ്മർദ്ദ തന്ത്രമാണ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ അത് ആഗോള ഇന്ധന പ്രതിസന്ധിയിലേക്കും സുരക്ഷാ ഭീഷണിയിലേക്കും നയിച്ചേക്കാം.